റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 എഞ്ചിൻ വെച്ചിട്ട് ഒരു പുതിയ റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തു. ഗൊറില്ല 450 ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇതൊരു റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ. റോഡ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഫോർ റോഡ് റൈഡിങ്, ഓഫ് റോഡല്ല, നമ്മുടെ റോഡിലൂടെ ഓടിക്കാൻ വേണ്ടിയുള്ള വണ്ടി. അപ്പം മിക്കതും ചോദിക്കുക എല്ലാ വണ്ടി റോഡിൽ കൂടി ഓടിക്കാനല്ലേ? ചില വണ്ടികൾ റോഡിൽ കൂടി ഓടിക്കാനാണ്, ചിലത് ഓഫ് റോഡിങ് പോകണം, ചിലത് സർക്യൂട്ട് റേസിങ്ങിനുള്ള, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. റോഡ്സ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൈമറിലി ഫോർ റോഡ് റൈഡ്, നമ്മുടെ സിറ്റിയിലൂടെ ആണെങ്കിലും ഹൈവേസിലൂടെ ആണെങ്കിലും ഓടിക്കാം. പേവ്ഡ് റോഡിൽ അല്ലെങ്കിൽ ടാർമാക്കിലൂടെ ടാറിട്ട റോഡിൽ കൂടി ഓടിക്കാൻ വേണ്ടിയുള്ള വണ്ടികളെ റോഡ്സ്റ്റർ എന്ന് പറയുന്നത്. നിയോ റെട്രോ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ സ്റ്റൈൽ ഓഫ് മോട്ടോർ സൈക്കിളാണ്, പക്ഷെ വിത്ത് മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, എക്യുപ്മെന്റ്സ് കൊടുത്ത്, ലിക്വിഡ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഹിമാലയൻ 450യുടെ സെയിം എഞ്ചിൻ, ആ ലിക്വിഡ് കൂൾ 452 ഷെർപ്പ എഞ്ചിൻ അല്ലേ, 450 ഷെർപ്പ എഞ്ചിൻ, ആ സെയിം എഞ്ചിൻ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന 40 ഹോഴ്സ് പവർ 40 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത സെയിം എഞ്ചിനെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഫ്രെയിം വരെ സിമിലർ ആവും. ഹിമാലയൻ 450 ആയിട്ടുള്ള ഇതിന്റെ മെയിൻ ഫ്രെയിം സെയിം ആണ്. സബ് ഫ്രെയിമിൽ കുറച്ചൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഹിമാലയൻ 450 വെച്ച് നോക്കുമ്പോൾ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഹിമാലയൻ 450ക്ക് ഒരു അപ്സൈഡ് ഡൗൺ ഫോക്കൊക്കെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഗൊറില്ല 450ക്ക് നോർമൽ ടെലിസ്കോപ്പിക് ഫോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അത്രയും ട്രാവൽ കുറഞ്ഞൊരു ഫോക്ക, റോഡ് റൈഡിങ്ങിന് അത്രയ്ക്ക് മതി എന്ന റോയൽ എൻഫീൽഡ് പറയുന്ന 140 150 ട്രാവലുള്ള സസ്പെൻഷൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ റോഡിന്റെ ബംസ് ഒക്കെ അബ്സോർബ് ചെയ്തൊക്കെ ഇതൊക്കെ മതി. പക്ഷെ ഓഫ് റോഡിങ് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഷോക്ക് ബോട്ടം ഔട്ട് ചെയ്താൽ, പെട്ടെന്ന് ടയർ ലിഫ്റ്റ് ഓഫ് ചെയ്തു പോവുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന. മാത്രമല്ല ഹിമാലയയിൽ ഉപയോഗിച്ചിരിക്കുന്ന വലിയ സൈസ് വീൽസ് ആണ് ഉപയോഗിച്ചത്. 21 ഇഞ്ച് വീലാണ് ഫ്രണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒബ്സ്റ്റക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റോൾ ഓവർ ചെയ്ത് മാറ്റാം, അതിൻ്റെ ഒബ്സ്റ്റക്കിളിന്റെ മുകളിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി വലിയ വീൽസ് ഉപയോഗിക്കുന്നത്. പക്ഷേ റോഡ് റൈഡിങ്ങിലും മെജോറിറ്റി വണ്ടി റോഡിൽ ഓടിക്കേണ്ട വണ്ടി അതിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊരു ബെറ്റർ സ്റ്റെബിലിറ്റിക്ക് ആണെങ്കിൽ, ബെറ്റർ ഹാൻഡ്ലിങ്ങിനൊക്കെ വേണ്ടി 17 ഇഞ്ച് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന 120 സെക്ഷൻ ഫ്രണ്ടിലും 160 സെക്ഷൻ വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൽ വെച്ചിട്ട് മോട്ടോർ സൈക്കിൾ പ്രൊഡക്ഷനിലെ ഏറ്റവും വലിയ ടയർ സൈസ് ഇപ്പോൾ റോയൽ എൻഫീൽഡാണ് കൊടുക്കുന്നത്. പണ്ട് ബുള്ളറ്റിലൊക്കെ ചെറിയ ടയർ വരുമ്പോൾ എല്ലാവരും കുറ്റം പറയല്ലേ, പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന മോട്ടോർ സൈക്കിളിലെ ഏറ്റവും വലിയ ടയർ സൈസ് 120 ആൻഡ് 160 സെക്ഷൻ ടയേഴ്സ് ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തത്. ആ C8ന്റെ ഗ്രിപ്പ് എക്സൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നല്ല എക്സ്പെൻസീവ് ടയേഴ്സും കൂടി ആയിട്ട്. ഈ ടയർ മാറ്റുമ്പോൾ അറിയാൻ പറ്റും എത്ര വിലയുണ്ടാവുന്നു. 120 160 സെക്ഷൻ ടയേഴ്സിനൊക്കെ നല്ല എക്സ്പെൻസീവ് കൂടിയാണ്. മാത്രമല്ല ചേഞ്ചസ് വിത്ത് ഹിമാലയൻ 450 നോക്കുമ്പോൾ ഇതിന് ടാങ്ക്, എല്ലാ സാധനത്തിനും സൈസ് കുറച്ചിട്ട് വീൽസ് ചെറുതാക്കിയിട്ട് 17 ഇഞ്ച് വീലാക്കി, അതേപോലെ തന്നെ ടാങ്ക് സൈസും ചെറുതാക്കിയിട്ടുണ്ട്. 11 ലിറ്റേഴ്സിന്റെ ഒരു കുട്ടി ടാങ്ക് കൊടുത്തത്. കാണാൻ വലുതാ, പക്ഷെ ചെറിയ ടാങ്ക് കപ്പാസിറ്റിയുള്ള ഒരു 11 ലിറ്റേഴ്സ് ടാങ്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്കതും ഫേസ് ചെയ്ത ഇഷ്യൂ ആണ് ഹിമാലയൻ 450യിൽ സീറ്റ് ആയിട്ട് കുറച്ച് കൂടുതൽ, 820+ സീറ്റ് ആയിട്ടാണ് ആ വണ്ടിക്കുള്ളത്. അപ്പോൾ അത്രയും സീറ്റ് ആയിട്ട് കൂടിയ മോട്ടോർ സൈക്കിളുകൾ മിക്കവർക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഗൊറില്ല 450യുടെ സീറ്റ് ആയിട്ട് 780 mm, സ്പീഡ് 400 വെച്ചോ, സ്പീഡ് 400 790 mm, 10 mm കൂടെ, 1 സെന്റിമീറ്റർ കൂടുതൽ സീറ്റ്. അതിനെക്കാട്ടി 1 സെന്റിമീറ്റർ കുറഞ്ഞ സീറ്റ് ആയിട്ടില്ല ഗൊറില്ല 450 ഇറക്കിക്കുന്നത്. അപ്പം മിക്കവർക്കും ഇത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ആക്കി കിട്ടുന്ന ബിഗിനർ റൈഡേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ധൈര്യം കിട്ടും. വണ്ടി ആദ്യമൊക്കെ എടുത്ത് ഓടിക്കും. കുറച്ചൊന്ന് ഓടിച്ച് കഴിയുമ്പോഴേക്ക് എല്ലാ സീറ്റ് ആയിട്ടുള്ള വണ്ടി നമ്മൾ യൂസ് ടു, അതിൻ്റെ ഹാൻഡ്ലിങ്, അതിൻ്റെ ഡൈനാമിക്സ്, അതിൻ്റെ എർഗണോമിക്സ്, അതെങ്ങനെ ഓടിക്കുന്നു, എത്രത്തോളം വളഞ്ഞു വരും, അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ സീറ്റ് കുറഞ്ഞൊരു മോട്ടോർ സൈക്കിളാണെങ്കിൽ ഇനീഷ്യലി എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയോ, എല്ലാവർക്കും എടുത്ത് ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് തരുന്ന വണ്ടിയാണ് ഗൊറില്ല 450. പിന്നെ അതേപോലെ ഇത്രയും സാധനങ്ങളൊക്കെ ചെറുതാക്കിക്കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നു. 175 kgs ഉള്ളൂ. 11 kgs ഹിമാലയൻ 450നെക്കാട്ടിയും ലൈറ്റർ കൂടിയാണ് പുതിയ ഗൊറില്ല 450. ഇങ്ങനത്തെ ടെസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ചാനൽ സ്പോൺസർ കാസ്ട്രോ പവർ അൾട്ടിമേറ്റ് ആണ്. നമ്മുടെ എല്ലാ മോട്ടോർ സൈക്കിൾ RTR 310 വെച്ചിട്ട് എല്ലാ ട്രാക്ക് മോട്ടോർ സൈക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ എഞ്ചിൻ ഓയിലാണ്. ഇതിപ്പോൾ പുതിയ ഒരു പാക്കേജിൽ വന്നിരിക്കുന്ന 150 റുപ്പീസിൻ്റെ ഒരു എഞ്ചിൻ ഷാമ്പു കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പാക്കേജിലാണ് വരുന്നത്. ഇതാ നമ്മൾ യൂസ് ചെയ്യുന്ന വഴി കാസ്ട്രോ പവറിൻ്റെ സൂപ്പർ ബൈക്ക് എഞ്ചിൻ ഓയിൽ 10W50 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എഞ്ചിന് സുപ്പീരിയർ പെർഫോമൻസ്, അതുപോലെ ലൂബ്രിക്കേഷനും അതേപോലെ പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ 5 ഫോമിലൊക്കെയാണ്. അടിപൊളി സാധനം. ഇതിൻ്റെ 1 ലിറ്ററിന് വില വരുന്ന 1275 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് ആണെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷൻ ആണ്. നിങ്ങളൊരു എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാസ്ട്രോ പവർ കൺസിഡർ ചെയ്യുക. നൗ ബാക്ക് ടു ദ വീഡിയോ. പിന്നെ 3 വേരിയൻസിലാണ് ഗൊറില്ല 450 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആനലോഗ്, ഡാഷും ഫ്ലാഷും. ആനലോഗിൽ ഒരു സെമി ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ, പഴയ ഹണ്ടറിലൊക്കെ കൊടുത്തിരിക്കുന്ന സെയിം ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡാഷും ഫ്ലാഷിലാണ് TFT ഡിസ്പ്ലേ. ഹിമാലയൻ 450 സെയിം ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ എർഗണോമിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ റേക്കും ട്രെയിലും ചേഞ്ച് ചെയ്ത് എൻ്റെ വീൽ ബേസും ഷോർട്ടർ ആക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ഹിമാലയൻ്റെ വീൽ ബേസ് ഭയങ്കര ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് സിറ്റിയിലൊക്കെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടത്. ടേണിംഗ് റേഡിയസ് ആണെങ്കിൽ വളയ്ക്കാനാണെങ്കിൽ കുറച്ചൊക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ കുറച്ചുകൂടി അത്ര ഈസി അത്രയും ഫാസ്റ്റ് ആയിട്ട് ഡയറക്ഷൻ മാറ്റാൻ പറ്റുന്ന വണ്ടിയിലെ ഹിമാലയ. അത് കണ്ടിട്ട് ഇവർ വീൽ ബേസും ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ വീൽ ബേസ് 1440 ആക്കിയിട്ടുണ്ട്. കുറെ നല്ല എമൗണ്ട് ഓഫ് വീൽ ബേസ് ഷോർട്ടർ ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആക്സൽ ടു റിയർ ആക്സലിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് വീൽ ബേസ്. അത് ഷോർട്ടർ ആക്കിയാൽ വണ്ടി ഫാസ്റ്റർ ആയിട്ടായിരിക്കും ഡയറക്ഷൻ മാറ്റാൻ പോകുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ചേഞ്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബെറ്റർ സിറ്റി ബൈക്കും കൂടിയായിരിക്കും ദ ഗൊറില്ല 450. സോ ഇത്രയും ഡയമെൻഷൻസ് ഒക്കെ ചെറുതാക്കിക്കൊണ്ട് വേറൊരു സാധനം കുറഞ്ഞു പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ്. 169 mm പുതിയ ഗൊറില്ല 450യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രയംഫിന്റെ സ്പീഡ് 400 ഇതിന്റെ മെയിൻ കോമ്പറ്റീഷൻ. അതായിട്ടാണ് എൻ്റെ പ്രൈസിങ് ആണെങ്കിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതായിട്ടാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഗൊറില്ല 450യുടെ പുതിയ ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 2.39 lakhs എക്സ്ഷോറൂമ. പക്ഷേ ട്രയംഫിന്റെ സ്പീഡ് 400 പുതിയ പ്രൈസിങ് 2.24 lakhs ആണ്. 15,000 rupees ആണ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് വന്നിരിക്കുന്നത്. പക്ഷേ അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റിൽ എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ സ്പീഡ് 400 എത്ര വാല്യൂ ഫോർ മണി മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചാൽ ഏതായിരിക്കും എൻ്റെ ഫേവറേറ്റ്, സ്പീഡ് 400 ഓർ ദ ഗൊറില്ല 450. ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ ഗൊറില്ല 450 ഓടിച്ചിട്ടില്ല. പക്ഷേ കമ്പയറിങ് ദ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ് 400ൻ്റെ വാല്യൂ ഫോർ മണി അത് ശരിക്കും ഇൻസൈനാണ്. ട്രയംഫ് മോട്ടോർ സൈക്കിൾ അത്രയും പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ ഗൊറില്ല 450യുടെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ കുറച്ച് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ കാണുമ്പോൾ ആ വെൽഡ് മാർക്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഇത്രയും. പക്ഷേ ആ എഞ്ചിൻ ഇസ് എ ബ്യൂട്ടിഫുൾ എഞ്ചിൻ കേട്ടോ. ഹിമാലയൻ 450യുടെ എഞ്ചിൻ അടിപൊളി എഞ്ചിനാണ്. ഫ്യൂൽ എക്കോണമി 25-27 km ടു ദ ലിറ്റർ ആണ് ഗൊറില്ല 450 കിട്ടുന്നത്. സ്പീഡ് 400 കുറച്ചും കൂടി കൂടുതൽ ഫ്യൂൽ എക്കോണമിയാണ് ചിലവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് 27-28 ഒക്കെ ഫ്യൂൽ എക്കോണമി കിട്ടാറുണ്ട്. പക്ഷേ ബെറ്റർ റെസ്പോൺസീവ് മോട്ടോർ സൈക്കിൾ എനിക്ക് ആ ലോ എൻഡ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പീഡ് 400. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. ഹാൻഡ്ലിംഗ് ആണെങ്കിലും മച്ച് ബെറ്റർ ആണ്. എൻ്റെ സസ്പെൻസ് ആയിട്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആ കൊടുത്തിരിക്കുക. ലൈറ്റർ വെയിറ്റ് മോട്ടോർ സൈക്കിൾ കൂടിയ 790 mm സീറ്റ് ഒരു സെന്റിമീറ്റർ കൂടുതലാണ് ഗൊറില്ല 450 കാട്ടി. പക്ഷെ ആ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് വളരെ മാനേജബിൾ ആണ്. കുട്ടി മോട്ടോർ സൈക്കിളാണ്. അങ്ങനത്തെ മോട്ടോർ സൈക്കിൾ കുറച്ചും കൂടി ഇഷ്ടമായിട്ട്. ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ്. ലൈറ്റ് നിമ്പിൾ മോട്ടോർ സൈക്കിൾ. സിറ്റിയിലൊക്കെ കൂടി നമുക്ക് എടുത്ത് ഓടിച്ചു പോകാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ. ഇതിന്റെ വീൽ ബേസ് ഷോർട്ടർ ആക്കി എന്ന് പറഞ്ഞാലും ഇത് സ്പീഡ് 400 കാട്ടി. സ്പീഡ് 400 വീൽ ബേസ് 1300 ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 1377 mm ആണ് വീൽ ബേസ്. ഇതിന്റെ 1440 ആണ്. എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ടാണ് റോയൽ എൻഫീൽഡ് പറയുന്നത് കുറച്ചൊരു ഫാസ്റ്റർ ഹാൻഡ്ലിംഗ് മോട്ടോർ സൈക്കിൾ. അപ്പോൾ സ്പീഡ് 400 ആ കേപ്പബിലിറ്റി അല്ല, ആ ഷോർട്ടർ വീൽ ബേസ് 1377 mm വീൽ ബേസ് അത് ഭയങ്കര അഡിക്റ്റിംഗ് ടു റൈഡ് മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ടോട്ടൽ റെസ്പോൺസ് ആണെങ്കിൽ ആ 400cc ലിക്വിഡ് കൂൾ എഞ്ചിൻ സിംഗിൾ സിലിണ്ടർ. ചില RPM കുറച്ച് വൈബ്രേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഓടിച്ചു വരുമ്പോഴേക്കും ഒരു എപ്പോഴും അത് ഓടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടുന്ന ഒരു മോട്ടോർ സൈക്കിൾ സ്പീഡ് 400. പിന്നെ വേറെ കോമ്പറ്റീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഹുസ്ക്വാർണ ഉണ്ട്. പക്ഷേ അത് സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ. ഈ സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് ബിൽഡ് ഫോർ ബോത്ത് റോഡും ഓഫ് റോഡും ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു റോഡ് മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ടയേഴ്സ് ആണെങ്കിൽ അടിപൊളി ടയേഴ്സ്, പിറലി, സ്കോർപ്പിയൻ, റാലി, STR ടയേഴ്സൊക്കെ കൊടുത്തേക്കണം. അത് വേറെ സെഗ്മെന്റ് വണ്ടി. അത് കൂടുതൽ പവർ പ്രൊഡക്ഷൻ ചെയ്ത് ബേസിക്കലി അത് ഡ്യൂക്ക് 390 വിത്ത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. സോ അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ. പിന്നെയുള്ള നിയോ റെട്രോ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ CB300 അതൊരു നിയോ റെട്രോ മോട്ടോർ സൈക്കിളാണ്. എന്ന് പറഞ്ഞാൽ പഴയ ലുക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ മോഡേൺ ഫീച്ചർ. ലിക്വിഡ് കൂൾഡ് ആണ്. 300cc ആണ്. 286cc ആണ്. ഏകദേശം 28 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈ റെവിങ് എഞ്ചിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതിന് ഭയങ്കര ഷോർട്ടർ വീൽ ബേസാണ്. ഭയങ്കര ഫാസ്റ്റ് ഹാൻഡ്ലിംഗ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. 169 ആണ് അതിൻ്റെ വെയിറ്റ്. കറക്റ്റ് ഓർമ്മയില്ല. ലെസ് ദാൻ 160 kgs ആണെന്ന് അതിൻ്റെ ഓർമ്മയിലോട്ട്. കറണ്ട് മീ ഇഫ് ഐ എം റോങ്. സോ അത് ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ്. വന്ന റേസ് ട്രാക്കൊക്കെ നിങ്ങൾക്ക് ഓടിക്കാനാണെങ്കിൽ ഗോകാർട്ടിലൊക്കെ കൊണ്ട് ഓടിക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിൾ കൂടിയ ദ CB300. അതിൻ്റെ പ്രോപ്പർ ടെസ്റ്റ് നമുക്ക് റേസ് ട്രാക്കിൽ കൊണ്ട് ചെയ്യേണ്ട. പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ മേജർ കോമ്പറ്റീഷൻ. സ്പീഡ് 400, CB300, സ്ക്രാംബ്ലേഴ്സ് എന്ന് ഞാൻ കൂട്ടുന്നത്. ഇതൊരു റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഗൊറില്ല 450 നല്ലൊരു പ്രൈസ് പോയിന്റിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. 2.39 lakhs എക്സ്ഷോറൂമിൽ. അത് ബേസ് വേരിയൻറ്റിലാണ്. അതിൻ്റെ ആനലോഗ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആട്ടോ. അതെന്ന് പറഞ്ഞാൽ അതിന് ഡിജിറ്റൽ ആനലോഗ് ഡിസ്പ്ലേ ഉള്ള മോഡലാണ്. ബാക്കി ഫ്ലാഷ് ആൻഡ് ഡാഷിലുമാണ് ഈ TFT ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഹിമാലയൻ്റെ സെയിം ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിരിക്കും. ആ TFT ഡിസ്പ്ലേ അടിപൊളി. അതിൽ മാപ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ മാപ്സ് ഓൺ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനും ഓൺ ആക്കി വെക്കണം. അപ്പോൾ നമ്മുടെ രണ്ട് സാധനങ്ങൾ അറ്റ് ദ ടൈം ഓൺ ആക്കി വെച്ചിട്ട് അപ്പോൾ ബാറ്ററിയുടെ ഫോണിൻ്റെ കൂടെ ഫോൺ ഓവർ ഹീറ്റിംഗ് ആവുന്ന ഇഷ്യൂസൊക്കെ നമ്മൾ പുറത്തൊക്കെ ഹൈ ടെമ്പറേച്ചർ സ്ഥലത്തൊക്കെ ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നോക്കണം. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് 310 mm ഡിസ്ക് റോട്ടറാണ് ഫ്രണ്ടിൽ കൊടുത്തത്.
ഹിമാലയൻ 450 320 ഇതിന് കുറച്ച് വെയിറ്റ് കുറഞ്ഞുകൊണ്ടാണ് ഇതിന് 310mm പിന്നെ റോഡ് റൈഡിങ്ങിനൊക്കെ വേണ്ടി കുറച്ചുകൂടി ചെറിയ ഒരു ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. 310mm ഡിസ്ക്കാണ് കേട്ടോ 450 ഗൊറില്ല 450 കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല റിയറിൽ 270mm ഡിസ്ക് റോട്ടർ. ഈ റോയൽ എൻഫീൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ മോട്ടോർ സൈക്കിൾ ബാക്കിൽ വലിയ ഡിസ്ക് കൊടുക്കും. ഈ ഡ്യൂക്ക് 390 ഹുസ്ക്വാർണ 401 അതിനൊക്കെ 240mm ഡിസ്ക് വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ സ്പോർട്ട് മോട്ടോർ സൈക്കിൾസിലൊക്കെ ബാക്കിൽ ചെറിയ ഡിസ്ക് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെയൊക്കെ വീൽ ബേസ് ഷോർട്ടറാണ്. മാത്രമല്ല ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എൻറ്റയർ വെയിറ്റ് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ റിയർ വീലിൽ കൂടുതൽ ബ്രേക്കിംഗ് പവർ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലോക്കപ്പായി പോകുന്നത്. അപ്പോൾ ആ ലോക്കപ്പ് സ്കിഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ABS ഉണ്ട്. പക്ഷേ എന്നാൽ ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടും. റിയർ ബ്രേക്ക് മാത്രം പിടിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്പോർട്ട് മോട്ടോർ സൈക്കിൾസ് ഒന്നും നിൽക്കില്ല. പക്ഷേ ഹിമാലയൻ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളിൻ്റെ വീൽ ബേസ് ഭയങ്കര ലോങ്. അത്രയും വീൽ ബേസ് ഉള്ളതുകൊണ്ട് അതിന് വെയിറ്റ് ഓൺ ദ റിയർ കിട്ടുന്നതാണ്. റോയൽ എൻഫീൽഡിൻ്റെ മോട്ടോർ സൈക്കിളൊക്കെ ലോങ് വീൽ ബേസ് കൂടിയുള്ള മോട്ടോർ സൈക്കിൾ കുറച്ചുകൂടി വെയിറ്റ് കൂടിയ വണ്ടികൾ റിയറിൽ വെയിറ്റ് കിട്ടും. അപ്പോൾ ഈ 270mm ഡിസ്ക് റോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റൈഡേഴ്സ് റിയർ ബ്രേക്സ് മാത്രം റിലൈ ചെയ്യുവാണെങ്കിൽ അത് നിർത്താം. ക്രൂസേഴ്സിനൊക്കെ അങ്ങനെ റിയറിൽ വലിയ ഡിസ്ക് കൊടുക്കും. കാരണം കൂടുതൽ വെയിറ്റ് ഓൺ ദ റിയർ ഉള്ളതുകൊണ്ട് പിടിച്ചു നിർത്താൻ എളുപ്പമായിരിക്കും. ലോക്കപ്പ് കുറച്ചൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നിന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി വലിയ ഡിസ്ക് റോട്ടേഴ്സ് കൊടുക്കാണ്ട് ഈ 270 ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. മാത്രമല്ല ടയേഴ്സ് 120mm 160 സെക്ഷൻ ടയേഴ്സ് C8ൻ്റെ ഗ്രിപ്പ് XL ടയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ടയേഴ്സാണ്. ഇന്ത്യൻ മാനുഫാക്ചർ വണ്ടികളിൽ ബെനലിക്കൊക്കെ ഉണ്ടായിരുന്നു, ബെനലി 300 പഴയ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ചൈനീസ് CKD യൂണിറ്റ്സ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ഇന്ത്യൻ മാനുഫാക്ചർ വണ്ടിയിൽ ഇത്രയും വലിയ ടയേഴ്സ് ആദ്യമായിട്ടാണ്. പണ്ട് KTM 110 150 സെക്ഷൻ വന്നപ്പോൾ എല്ലാവരും പറയും ഇത്രയും വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്ന സെറ്റപ്പ്. പക്ഷെ അന്നും ഇറങ്ങിയപ്പോൾ ടയേഴ്സിൻ്റെ കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി കൂടിയായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും 5000 rupees ടയർ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റയടിക്ക് 12,000 rupees ടയറാണ് മേടിക്കേണ്ടത്. 120 160 സെക്ഷൻ ടയേഴ്സ് ചീപ്പല്ല, ഭയങ്കര എക്സ്പെൻസീവ് ടയേഴ്സും കൂടിയ. മാത്രമല്ല അവൈലബിലിറ്റി ഭയങ്കര ഷോർട്ടാണ്. കുറച്ച് മാനുഫാക്ചേഴ്സ് മാത്രമേ 120 160 സെക്ഷൻ ടയേഴ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു. TVS ഉണ്ട്, അതേപോലെ C8 ഉണ്ട്. അങ്ങനെ കുറച്ച് മാനുഫാക്ചർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഓപ്ഷൻ കുറച്ചുകൂടി പ്രീമിയം, കുറച്ചുകൂടി ഗ്രിപ്പിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്, കുറച്ചുകൂടി പെർഫോമൻസ് റൈഡിങ് കോർണറിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയേഴ്സേ അവൈലബിലിറ്റി ആയിട്ടുള്ളൂ. സോ വണ്ടി വാങ്ങിയാൽ മാത്രം പോരാ, അതിൻ്റെ മെയിൻ്റെനൻസ് കൂടി എപ്പോഴും ശ്രദ്ധിക്കേണ്ട. സോ ഈ വണ്ടിക്ക് വരുന്ന ടയർ സൈസ് കുറച്ച് വലുതാണ്, 120 160 സെക്ഷൻ ടയേഴ്സ്. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഈ വണ്ടി ഓടിച്ച് നോക്കിയാലേ മനസ്സിലാവണം. ഇത്രയും വലിയ ടയർ ഇട്ടാൽ ആ ടയറിൻ്റെ വെയിറ്റ് കൂടുന്ന, റോളിംഗ് ഇനേർഷ്യ, ഗൈറോസ്കോപ്പിക് ഫോഴ്സസ്, അൺസ്പ്രങ് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന, ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളിൻ്റെ ഹാൻഡ്ലിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്. ഇത് ഓടിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എത്രത്തോളം എഫക്റ്റീവ്, എത്രത്തോളം ഹാൻഡ്ലിംഗ് ഉള്ള മോട്ടോർ സൈക്കിൾ ഇത് ഗൊറില്ല 450. റോയൽ എൻഫീൽഡ് കുറേ R&D ചെയ്തിട്ടായിരിക്കും ഇറക്കിയത്. അപ്പോൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഈ ഗൊറില്ല 450 വെയിറ്റ് എന്ന് പറഞ്ഞാൽ 185 kgs ആണ് കേട്ടോ. നേരത്തെ ഞാൻ 175 എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്ത് 185 kgs. ആ സ്പീഡ് 400 വെയിറ്റ് ആണ് 175 kgs കേട്ടോ. ഈ ഗൊറില്ല 450 ഹിമാലയക്കാട്ടിൽ 11 kgs ലൈറ്റർ ആണെങ്കിലും ഇത് സ്പീഡ് 400 ഓൾമോസ്റ്റ് 10 kgs ലൈറ്റർ തന്നെ ഗൊറില്ല 450 ആണ് കേട്ടോ. അപ്പോൾ ലൈറ്റർ വെയിറ്റ് മോട്ടോർ സൈക്കിളാണ് എപ്പോഴും ഈസിയർ ടു ആക്സലറേറ്റ്, ഈസിയർ ടു ഹാൻഡിൽ. നമുക്ക് ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന എപ്പോഴും നമുക്ക് എല്ലാ സ്ട്രെയിൻ ഓൺ ദ ബോഡി കൂടിയ. അപ്പോൾ ലൈറ്റർ വെയിറ്റ് മോട്ടോർ സൈക്കിളിന് ആക്സലറേറ്റ് ഫാസ്റ്റർ ആയിട്ടായിരിക്കും ആക്സലറേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ബെറ്റർ ബ്രേക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ 300mm ഡിസ്ക് ആണെങ്കിൽ ലെസ് വെയിറ്റ് ആണെങ്കിൽ അതിന് അത്രയും മാത്രം മൊമെൻറ്റം മതി പിടിച്ച് നിർത്താനും വേണ്ടി. അപ്പോൾ ബെറ്റർ ബ്രേക്കിംഗ് കിട്ടുന്ന, ഈസിയർ ടു ഹാൻഡിൽ കൂടിയ, നമുക്ക് സിറ്റിയിലൊക്കെ കൊണ്ടെടുക്കാനാണെങ്കിൽ ആ 10 kg കുറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിഫറൻസാണ്. പിന്നെ ആ ഒരു ഷോർട്ടർ വീൽ ബേസ് ആ സ്പീഡ് 400 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഇൻ ദ കറണ്ട് മാർക്കറ്റിൽ സ്പീഡ് 400 ആണ് ഇൻ മൈ ഒപ്പീനിയൻ. വേറെ ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദിസ് പ്രൈസ് പോയിന്റ് ഒരു നിയോ റെട്രോ റോഡ്സ്റ്ററിന് ഐ തിങ്ക് ഗൊറില്ല 450 ഗുഡ് പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ അതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഗൊറില്ല 450 എങ്ങനെയുണ്ട് സാധനം? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ഡൗൺ ബിലോ.